ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അതായത് ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാമിനേഷനിൽ പ്രിപ്പറേഷനിൽ വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അതായത് ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാമിൻ്റെ ആ ഒരു ജേർണിയിൽ നിങ്ങൾക്കറിയാം, ആ ഒരു എക്സാമിലേക്ക് നമുക്കൊരു 7 മാസത്തോളം നമുക്ക് എന്ത് ചെയ്യേണ്ടത് പ്രിപ്പറേഷന് വേണ്ടി കിട്ടുന്നുണ്ട്. സോ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ്. ഇതിലേക്ക് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാംസിൽ പുതിയ ഏതെല്ലാം തരത്തിലുള്ള കണ്ടന്റ് ചെയ്യാം എന്നുള്ള ആലോചിച്ച സമയത്താണ് ഇന്നത്തെ വീഡിയോ നമുക്ക് സാലറിയെക്കുറിച്ചും അലവൻസിനെ കുറിച്ചൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതുന്നത്. അതായത് ലെക്ചർ ഇൻ പോളിടെക്നിക്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സാലറി, നമ്മൾ ഏതൊരു ജോലിക്ക് പോകുന്ന സമയത്തും തീർച്ചയായിട്ടും നമ്മളെ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് സാലറി തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അവിടെ കിട്ടുന്ന ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ആണ് അല്ലേ. ശരിക്കും ഇത് രണ്ടും ഒരുമിച്ച് മാച്ച് ആകുന്ന ഒരു പോസ്റ്റാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ നമുക്ക് എന്താണ് സാലറിയും അലവൻസും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഒരു ബേസിക് പേ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത് AICT പേ സ്കെയിലാണ്. അതായത് ബേസിക് പേ ആയിട്ട് 57,000 ലഭിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഡിയർനെസ് അലവൻസ് DA 9,537, HRA കിട്ടാൻ പോകുന്നത് 5,600 അങ്ങനെ നോക്കുന്ന സമയത്ത് ഗ്രോസ് പേ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 71,000 ആണ്. അതായത് ഇൻ ഹാൻഡ് സാലറി തന്നെ ഇതിൻ്റെ പിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പോലെ ഏകദേശം ഒരു 70,000 നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിയർലി 70,000 ആദ്യത്തെ മാസം തന്നെ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉള്ള ഒരു എംപ്ലോയിക്ക് ലഭിക്കുന്ന സാലറിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രിൻസിപ്പൽ പോസ്റ്റിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഈ എമൗണ്ട് ബേസിക് പേ തന്നെ 1,30,000 കടക്കുന്നുണ്ട്. സോ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് സാലറി ഒക്കെ വലിയ രീതിയിൽ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇൻക്രീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 70,000 മുകളിൽ സാലറി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ അവസരമല്ല. മാത്രമല്ല ഈ ലെക്ചർ ഇൻ പോളിടെക്നിക്കിനെ കുറിച്ച് പല ആളുകൾക്കും അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും വിചാരിക്കുന്ന ടീച്ചിങ് പോസ്റ്റിലേക്ക് പോകണമെങ്കിൽ MTech വേണമെന്നാണ്. അപ്പോൾ അത് എല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഇലക്ട്രോണിക്സ് കഴിഞ്ഞ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലെക്ചർ ഇൻ പോളിടെക്നിക് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഈ MTechൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് BTech തന്നെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് BTech ആയിരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആണ്. സോ ഒരു ഫസ്റ്റ് ക്ലാസ് BTech കഴിഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അവസരമാണ് ലെക്ചർ ഇൻ പോളിടെക്നിക്. അപ്പോൾ ഈ 71,000 എന്ന് പറയുന്ന സാലറി നിങ്ങൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളെ മോഹിപ്പിക്കുന്ന ഒരു സാലറി തന്നെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം വർക്ക് ലൈഫ് ബാലൻസ് ആണ്. അതായത് ഒരു പോളിടെക്നിക്കിൽ ലെക്ചർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂൾ ലൈഫിലോ അല്ലെങ്കിൽ കോളേജ് ലൈഫിലൊക്കെ ലഭിച്ച പോലെ തന്നെ മൺഡേ ടു ഫ്രൈഡേ ആണ് നിങ്ങൾക്ക് ജോബ് ഉണ്ടാവുക. സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാം, ഫ്രണ്ട്സിനോടൊപ്പം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജോബ് തന്നെയല്ലേ ഈ ഒരു ജോബ് എന്ന് പറയുന്നത്. മൺഡേ ടു ഫ്രൈഡേയിൽ തന്നെ ഏറ്റവും എൻഗേജിങ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനാണ് നിങ്ങൾ ക്ലാസ്സസ് എടുക്കാൻ പോകുന്നത് അല്ലേ. സോ എപ്പോഴും നമ്മൾ വൈബ്രൻ്റ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു പുതിയ ന്യൂ ജനറേഷനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ എല്ലാ അർത്ഥത്തിലും ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സോ ഈ അവസരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി 2025 ഈ എക്സാമിന് നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യണം. നിങ്ങളുടെ മുന്നിലൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി ആരാണോ എടുക്കുന്നത് അവർക്കാണ് ഈ വിജയം സംഭവിക്കുക. അതായത് അടുത്തൊരു 7 മാസം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയോ, ഡെഫിനറ്റ്ലി വലിയ വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ഇലക്ട്രിക്കൽ ലെക്ചർ ഇൻ പോളി എക്സാമിനേഷനിൽ ഗംഭീരമായിട്ടുള്ള റിസൾട്ടാണ് എൻട്രിയുടെ ഉദ്യോഗാർത്ഥികൾ നേടിയിട്ടുള്ളത്. കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷനിൽ ആദ്യ 10 റാങ്കിൽ 5 റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് എൻട്രിയിലെ ഉദ്യോഗാർത്ഥികളാണ്. ലെക്ചർ ഇൻ പോളിടെക്നിക്കിൽ ആദ്യ 10 റാങ്കിലും ആദ്യ 20 റാങ്കിലും ഒട്ടനേകം റാങ്കുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ എൻട്രിയുടെ ടീമിന് എൻട്രിയിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ലെക്ചർ ഇൻ പോളി ഇലക്ട്രോണിക്സ് ആണ്. ഇവിടെയും ഉജ്ജ്വലമായിട്ടുള്ള വിജയമാണ് നിങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ഞങ്ങളോടൊപ്പം എൻട്രിയോടൊപ്പം ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. നമ്മുടെ ടീമിൻ്റെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസും അതേപോലെ തന്നെ മോക്ക് എക്സാംസുകളും നോട്ട്സുകളുമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തല്ലേ? ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങും, നല്ല വിജയങ്ങൾ കരസ്ഥമാക്കൂ. എൻട്രിയുടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.